നമ്മളിന്ന് വെള്ളരിക്ക കൊണ്ട് ഒരു അടിപൊളി ഐറ്റമാണ് തയ്യാറാക്കി. വെള്ളരിക്ക തൊലി കളഞ്ഞ് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ വേണം, ജീരകം, കരിയാപ്പില ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കാം. 1 കപ്പ് 2 കപ്പായാലും കുഴപ്പമില്ല, തേങ്ങ കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് കൂടും. ഇനി നമുക്ക് ഗ്യാസിലേക്ക് ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായാൽ എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. കടുക് പൊട്ടിയതിന് ശേഷം ഉലുവയും വറ്റൽമുളകും ഇടുക. പിന്നെ ചെറിയ ഉള്ളി വേണം. ചെറിയ ഉള്ളി വറ്റൽമുളക് ചെറിയ ഉള്ളി ഇട്ടതിന് ശേഷം പച്ചമുളക്, കരിയാപ്പില എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ഉള്ളി ചെറിയൊരു ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇനി അതൊന്ന് വഴഞ്ഞ് വന്നതിന് ശേഷം നമുക്കതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ച സുന്ദരക്കുട്ടപ്പനായ വെള്ളരിക്കയെ അതിലേക്ക് തട്ടിക്കൊടുക്കാം. വെള്ളരിക്ക ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് ഉപ്പിടാം. ആവശ്യാനുസരണത്തിൽ ഉപ്പിട്ടതിന് ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കിതിൽ മസാലപ്പൊടികളിടാം. മഞ്ഞൾപ്പൊടി വേണം, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് കാശ്മീർ മുളക് പൊടി, അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം വേകാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളരിക്ക വേഗം വേകുന്നൊരു സാധനമല്ലേ, അത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ശേഷം നമുക്കിതിലേക്ക് ഇനി ഇടേണ്ടത് നമ്മുടെ കായപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇടണേ. എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കായപ്പൊടി ഇട്ട് നമുക്ക് മൂടി വെക്കാം. അതൊന്ന് വെള്ളരിക്ക വെന്ത് വരട്ടെ. വെള്ളരിക്ക കിട്ടിയാൽ എല്ലാവരും ഈ ഐറ്റം ഒന്ന് തയ്യാറാക്കി നോക്കണേ, നല്ല ടേസ്റ്റിയാണ്. വെള്ളരിക്ക വെന്ത് വന്ന് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് തേങ്ങാക്കൂട്ട് ക്രഷ് ചെയ്ത് അത് ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി അടിച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി അതെല്ലാം ഒന്ന് അടിച്ച് വെച്ചൊന്ന് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് 2-3 ടീസ്പൂൺ തൈരാണ് വേണ്ടത്. തൈര് ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. നമ്മുടെ ഗ്യാസ് ഓഫ് ആക്കുക. നമ്മുടെ വെള്ളരിക്ക പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. വെള്ളരിക്ക പെരട്ട് ആണ്. എല്ലാവരും ഒന്നിത് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ വെള്ളരിക്ക പെരട്ട്